എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് വീടുകൾക്കിടയിലെ കുറ്റിക്കാട്ടിൽ 4 പന്നികൾ. പുറത്തിറങ്ങാൻ ഭയന്ന് ജനങ്ങൾ. കാളികാവ് പള്ളിക്കുളത്തിലാണ് സംഭവം. ഒരാഴ്ചയോളമായി 10 സെന്റ് വരുന്ന ഒരു കുറ്റിക്കാട്ടിലാണ് പന്നികൾ തമ്പടിച്ചിട്ടുള്ളത്. കുട്ടികൾ കളിക്കാൻ പോലും പുറത്തിറങ്ങാൻ ഭയപ്പെടുകയാണ്. അധികൃതരെ വിവരമറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചോക്കാട്, കാളികാവ് ഭാഗങ്ങളിൽ പന്നികളെ വെടിവെക്കുന്നതിന് അംഗീകാരമുള്ള ഷൂട്ടർമാരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ കിട്ടാനില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. പെരിന്തൽമണ്ണ, പാലക്കാട് എന്നിവിടങ്ങളിലുള്ള പാനൽ ഷൂട്ടർമാരാണ് കാളികാവിലെത്തുന്നത്. കാളികാവ്, ചോക്കാട് പഞ്ചായത്തുകളിലെ അംഗീകൃത തോക്കുകൾക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കാത്തതാണ് വലിയ പ്രതിസന്ധിയുണ്ടാക്കുന്നത്. ഇത് കാരണം അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും തോക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കടുത്ത വന്യമൃഗ ഭീഷണി നേരിടുന്ന പുല്ലങ്കോട് എസ്റ്റേറ്റിലെ 100 വർഷം പഴക്കമുള്ള ലൈസൻസ് പോലും പുതുക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല. ഇതാണ് മേഖലയിൽ കടുത്ത ആശങ്കയുണ്ടാകുന്നത്. കഴിഞ്ഞ 2 വർഷമായി കാളികാവ്, ചോക്കാട് ഭാഗങ്ങളിൽ 100ഓളം പന്നിവേട്ടകൾ ഔദ്യോഗികമായി നടത്തിയിട്ടുണ്ട്. എന്നാൽ 1 രൂപ പോലും ഷൂട്ടർമാർക്ക് നൽകിയിട്ടില്ല. നാട്ടുകാരുടെ പ്രയാസം കണ്ടറിഞ്ഞ് സ്വന്തം ചെലവിൽ വെടിവെക്കുകയും കൊന്ന പന്നികളെ കുഴിച്ചിടലും ഇവരുടെ തലയിൽ തന്നെയാണ്. ഒരു പന്നിയെ കൊന്നു കുഴിച്ചിടാൻ സർക്കാർ 2000 രൂപ നിശ്ചയിച്ചെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾ അത് മുഖവില കൊടുക്കുന്നില്ല എന്നതാണ് ഷൂട്ടർമാരുടെ പരാതി. വൈകുന്നേരം ഒരു 5 മണിയോടെ നമ്മളെ കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ ഹംസ അറിയിച്ചത് പ്രകാരം ഒരു സ്ഥലത്ത്, അതായത് വലിയ തരത്തിൽ ജനവാസ മേഖലയിൽ ഒരു 3-4 പന്നികൾ തമ്പടിച്ചിട്ടുണ്ട്, എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് വിളിച്ച് ഞാൻ ആ സൈറ്റ് സന്ദർശിക്കുകയുണ്ടായി. അപ്പൊ ആ സമയത്ത് അതിന്റെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു 10-12 സെന്റ് സ്ഥലം മാത്രം, ഒരു വീടിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്ലോട്ടാണ്. അങ്ങനത്തെ വലിയ കാടും അതിലില്ല. 5-6 വീടുകളാൽ ചുറ്റപ്പെട്ട് അതിന്റെ ഒരു ഭാഗം കുട്ടികൾ കളിക്കുന്ന സ്ഥലം. അപ്പൊ ആ കുട്ടികളെ അവിടുന്ന് നീക്കം ചെയ്ത് ഞാൻ ആ സ്ഥലം പരിശോധിച്ചു. അപ്പൊ അതിൽ പന്നി കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ ഇത് വെടിവെച്ച് കൊല്ലാന് നിയോഗിച്ച കുറച്ച് ഷൂട്ടർമാര് ഉണ്ട് കാളികാവിൽ. അപ്പൊ അവർക്ക് വിളിച്ചപ്പോ സുമാർ ഒരു 30 കിലോമീറ്റർ അപ്പുറം പെരിന്തൽമണ്ണ അല്ലെങ്കിൽ പാലക്കാട് ഭാഗത്തുനിന്ന് ഇവർ തോക്കുമായി എത്തുമ്പോഴേക്കും ഇവിടെ ഇരുട്ട് വീഴും, പന്നികൾ പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ആളുകളെ അവിടുന്ന് മാറ്റി നിർത്തി അവിടുന്ന് തൊട്ടടുത്ത ഒരു സ്ഥലത്തേക്ക് ഇവയെ പരിക്കൊന്നും കൂടാതെ അല്ലെങ്കിൽ അപകടരഹിതമായിട്ട് ഓടിച്ച് വിട്ട് അവരെ തൽക്കാലം ആശങ്കയിൽ നിന്ന് ഒഴിവാക്കാണ് ഉണ്ടായത്. ഇവിടെ ഈ ചോക്കാട്, കാളികാവ്, വണ്ടൂര്, പോരൂർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ ഞാൻ കാളികാവിലെ ഒരു അറിയപ്പെടുന്ന കർഷകരാണ്. ആ നിലയ്ക്ക് ഇതിന്റെ കൃഷിയും മറ്റു സഹോദര കർഷകരുടെ കൃഷിയും സംരക്ഷിക്കാൻ എന്നുള്ള നിലയ്ക്ക് ഈ 3-4 പഞ്ചായത്തുകളിൽ പരാതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഷൂട്ടർമാരെ വിളിച്ചിട്ട് ഒരു ദിവസം കള്ളിങ് നടത്താറുണ്ട്. അപ്പൊ ഈ കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ തന്നെ നമ്മൾ ഇന്നലെ വരെ നമ്മൾ 128ഓളം പന്നികളെ നമ്മൾ വെടിവെച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് നടത്തുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും ദൂരത്തുനിന്ന് ഷൂട്ടർമാർ എത്തുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പൊ ഇന്ന് ബുദ്ധിമുട്ടായത് ഒരു 1.5 മണിക്കൂറെങ്കിലും തോക്കുകാർക്ക് ഇവിടെ എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ ഇവർക്ക് ഈ ട്രാൻസ്പോർട്ടേഷന്റെ ചെലവോ അല്ലെങ്കിൽ ഈ വെടിവെക്കുന്ന തെരന്റെ ചെലവോ ഒന്നും ആരും കൊടുക്കാറില്ല. അപ്പൊ ഇത്രയും കാലത്ത് ഇത് ഈ ഷൂട്ടിംഗ് നടത്തി പോകുന്നത് എന്നെ പോലുള്ള കർഷകർ മാത്രം ചെലവ് നടത്തിയിട്ടാണ്. ഇത് സംസ്കരിക്കാൻ പഞ്ചായത്തിന്റെ ഉടമസ്ഥയിൽ സ്ഥലമോ അതല്ലെങ്കിൽ സംസ്കരിക്കുന്നതിന് ചെലവോ അല്ലെങ്കിൽ ഈ വരുന്ന ആളുകൾക്ക് കുടിക്കാൻ ഒരു കുപ്പിവെള്ളം പോലും ഇതുവരെ ഒരു അധികാരികളും നൽകിയിട്ടില്ല. പിന്നെ ഈ മേഖലയിൽ മുൻകാലത്തുണ്ടായിരുന്ന തോക്കുകൾ എന്തോ. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.